എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹാരിസ്. ഭാഗ്യരേഖയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ നമ്മളെല്ലാവരും നമ്മളുടെ ഭാഗ്യസംഖ്യ എങ്ങനെയാണ് കണ്ടെത്തുക എന്നത് കൃത്യമായി മനസ്സിലാക്കി. ഇനി നിങ്ങൾ ഏത് തീയതിയിലാണ് ജനിച്ചത് എന്ന് നോക്കി നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവവും നിങ്ങളെ കാത്തിരിക്കുന്ന ഭാവിയും പ്രവചിക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 1 മുതൽ 9 വരെയുള്ള ജന്മസംഖ്യകൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജന്മസംഖ്യ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ 1ാം നമ്പറുകാരെ കുറിച്ച് പറയാം. 1 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1 മാത്രമല്ല, ഇപ്പോൾ 28 എന്ന് പറയുന്നത് 1 കൂട്ടിക്കഴിയുമ്പോൾ 1. അതുപോലെ തന്നെ 10 അതും 1. അതെല്ലാം 1ാം നമ്പറുകാരാണ്. ഇപ്പോൾ 19 അതെല്ലാം 1ാം നമ്പറുകാരാണ്. ഇവരുടെ അധിപൻ എന്ന് പറയുന്നത് സൂര്യനാണ്. ഇവർ ജന്മന നേതൃത്വപാഠമുള്ളവരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തവരുമാണ്. അതുപോലെ തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവരെല്ലാവരും. ഈ 1ാം നമ്പറുകാരെല്ലാവരും സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അടുത്തത് 2ാം നമ്പറുകാരാണ്. 2ാം നമ്പറുകാരുടെ അധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ്. ഇവർ വളരെ ശാന്തരും കലാവിരുതുള്ളവരും മറ്റുള്ളവരുമായി പെട്ടെന്ന് ഇണങ്ങിച്ചേരുന്നവരുമായിരിക്കും. പക്ഷേ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇവർ പെട്ടെന്ന് സങ്കടപ്പെടുകയും ചെയ്യും. അതാണ് ഈ 2ാം നമ്പറുകാരുടെ ഒരു പ്രത്യേകത. അടുത്ത സംഖ്യ 3. ഇവരുടെ അധിപൻ വ്യാഴമാണ്. ഇവർ നല്ല അറിവുള്ളവരും കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ മിടുക്കരുമായിരിക്കും. മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നൽകാൻ ഇവർക്കൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. ഈ സംഖ്യയിൽപ്പെട്ടവർക്ക് അധ്യാപകൻ അല്ലെങ്കിൽ വഴികാട്ടിയാകാൻ കഴിവുള്ളവരായിരിക്കും. എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുന്നവരായിരിക്കും ഇവർ. അടുത്ത സംഖ്യ 4. 4ൻ്റെ അധിപൻ രാഹുവാണ്. കഠിനാധ്വാനികളായ ഇവർ കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. മുൻകോപികളാണ് ഇവർ അധികവും. പെട്ടെന്നുള്ള ദേഷ്യം ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും അപ്രതീക്ഷിത വിജയങ്ങളും ഇവരെ തേടിയെത്തും. വിശ്വസിക്കാൻ കൊള്ളാവുന്ന നല്ല സുഹൃത്തുക്കളായിരിക്കും ഇവർ. 5ാം നമ്പറുകാരുടെ അധിപൻ ബുധനാണ്. അതിബുദ്ധിയുള്ളവരും ബിസിനസ് കാര്യങ്ങളിൽ അതിസമർത്ഥരുമായിരിക്കും ഇവർ. അതുപോലെ തന്നെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ ഇവർക്കൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. ആളുകളോട് സംസാരിച്ച് കാര്യങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കാൻ ഇവർക്കൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. ഇവർ എപ്പോഴും ഊർജ്ജസ്വലരായി കാണപ്പെടും. അടുത്ത സംഖ്യ 6. ഇവരുടെ അധിപൻ ശുക്രനാണ്. സ്നേഹവും കരുണയും നിറഞ്ഞവരാണിവർ. കലയോടും ഭംഗിയുള്ള കാര്യങ്ങളോടും ഇവർക്ക് പ്രത്യേക താല്പര്യമാണ്. കുടുംബത്തിന് വലിയ വില നൽകുന്നവരാണിവർ. ആളുകളെ ആകർഷിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ ഇവർക്കുണ്ട്. സംഖ്യ 7. ഇവരുടെ അധിപൻ കേതുവാണ്. ചിന്താശേഷി കൂടുതലുള്ളവരും ആത്മീയ കാര്യങ്ങളിൽ വളരെ താല്പര്യമുള്ളവരുമായിരിക്കും ഇവർ. ഒറ്റയ്ക്ക് ഇരിക്കാനും ശാന്തത ആഗ്രഹിക്കുന്നവരുമാണിവർ. കാര്യങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യാൻ കഴിവുള്ളവരും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മനസ്സിലിരിപ്പ് പെട്ടെന്ന് തിരിച്ചറിയാനും ഇവർക്ക് സാധിക്കും. സംഖ്യ 8. ഇവരുടെ അധിപൻ ശനിയാണ്. ജീവിതത്തിൽ കഠിനാധ്വാനം കൊണ്ട് മാത്രം മുന്നേറുന്നവരും വളരെ പക്വതയുള്ളവരും വിശ്വസ്തരുമാണ്. പണമിടപാടുകളിലും ബിസിനസ്സിലും ഇവർ മികച്ച വിജയം നേടും. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകാൻ ഇവർക്കൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. അടുത്ത സംഖ്യ 9. ഇവരുടെ അധിപൻ ചൊവ്വയാണ്. ദേഷ്യം കൂടുതലാണെങ്കിലും മനസ്സിൽ ഒട്ടും കള്ളമില്ലാത്തവരാണിവർ. അതുപോലെ തന്നെ പ്രതിസന്ധികളോട് വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്നവരായിരിക്കും. ഇവരുടെ ഒരു പ്രത്യേകത വെച്ച് ധൈര്യശാലികളായതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും മുന്നിട്ടിറങ്ങുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ജന്മസംഖ്യ ഏതാണെന്നും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ സ്വഭാവവുമായി എത്രത്തോളം ഒത്തുപോകുന്നുണ്ടെന്നും താഴെ കമൻറ്റ് ചെയ്യുമല്ലോ അല്ലേ? ന്യൂമറോളജിയെക്കുറിച്ചും നിങ്ങളുടെ ഭാഗ്യത്തെ അറിയാനുള്ള ആഗ്രഹങ്ങൾക്ക് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ പുതിയൊരു വീഡിയോയുമായി ഞാനെത്തും. അതുവരെ നന്ദി, നമസ്കാരം.